പ്രിയ കൂട്ടുകാരെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്നും ഓരോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വിസ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ്, വിച്ച് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ റിക്വയർസ് that revenue is recognized when earned regardless of when payment is received. താഴെ തന്നിരിക്കുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളില് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നതും അത് റവന്യൂ ഏൺ ചെയ്യുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ ആണോ, റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ ആണോ, കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണോ, ഫുൾ ഡിസ്ക്ലോസ് പ്രിൻസിപ്പിൾ ആണോ? റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ ആണ്. അതായത് റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ഏൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴാണോ റവന്യൂ ഏൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് ഡിസ്ക്ലോസ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് റിപ്പോർട്ട് ഓൾ റെലവന്റ് ഇൻഫർമേഷൻ ദാറ്റ് കുഡ് അഫക്ട് യൂസേഴ്സ് ഡിസിഷൻ. അതായത് താഴെ തന്നിരിക്കുന്ന പ്രിൻസിപ്പിളുകളില് ഏത് പ്രിൻസിപ്പിളാണ് എല്ലാ റെലവന്റ് ഇൻഫർമേഷൻസും ഫിനാൻഷ്യൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെലവന്റ് ഇൻഫർമേഷൻസും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണോ, ഫുൾ ഡിസ്ക്ലോസ് പ്രിൻസിപ്പിൾ ആണോ, മാച്ചിങ് പ്രിൻസിപ്പിൾ ആണോ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ആണോ? കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ പർച്ചേസ് കോസ്റ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നതാണ് കോസ്റ്റ് പ്രിൻസിപ്പിൾ. ഫുൾ ഡിസ്ക്ലോസ് പ്രിൻസിപ്പിൾ എന്താണ്? അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏത് ട്രാൻസാക്ഷൻസും നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന്റെ എല്ലാ റെലവന്റ് ഫാക്ട്സും നമ്മൾ ഫുൾ ഡിസ്ക്ലോസ് ചെയ്യണം, വെളിപ്പെടുത്തണം. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷത്തെ ഇൻകം അതേ വർഷത്തെ ഇൻകവുമായിട്ട് എക്സ്പെൻസുമായിട്ട് മാച്ച് ചെയ്തു പോകണം. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെ ഈ വർഷവും നമ്മൾ ഉപയോഗിച്ച് പോകണം. അപ്പോൾ ഇതിലേതാ? ഫുൾ ഡിസ്ക്ലോസ് പ്രിൻസിപ്പിൾ ആണ്. എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും വെളിപ്പെടുത്തണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. മൂന്നാമത്തത്, അക്കോർഡിംഗ് ടു മാച്ചിങ് പ്രിൻസിപ്പിൾ എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ്. മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം എക്സ്പെൻസസ് എപ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്? വെൻ ക്യാഷ് ഈസ് പെയ്ഡ്, ക്യാഷ് പേ ചെയ്ത് കഴിയുമ്പോഴാണോ? വെൻ എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ഇൻ ദ സെയിം പീരീഡ് ആസ് ദ റിലേറ്റഡ് റവന്യൂ at the end of the financial year. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷത്തെ ഇൻകം അതേ വർഷത്തെ എക്സ്പെൻസുമായിട്ട് മാച്ച് ചെയ്താലാണ് അത് സാറ്റിസ്ഫൈ ചെയ്യുക, പ്രിൻസിപ്പിളിനെ സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ മാച്ചിങ് പ്രിൻസിപ്പിളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? സി ആണ്. ഇൻ ദ സെയിം പീരീഡ് ആസ് എ റിലേറ്റഡ് റവന്യൂ. എക്സ്പെൻസും റവന്യൂ കൂടിയും ഈക്വൽ ആവുമ്പോഴല്ലേ മാച്ചിങ് പ്രിൻസിപ്പിൾ വരിക. Okay. Last question. Which principle assume that a business will continue to operate indefinitely unless stated otherwise? താഴെ തന്നിരിക്കുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് ഏത് പ്രിൻസിപ്പിളാണ് നമ്മുടെ ബിസിനസ് അനിശ്ചിത കാലത്തേക്ക് നിലനിൽക്കുമെന്നും ബിസിനസിനെ പെട്ടെന്ന് പൂട്ടിപ്പോകേണ്ടി വരില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണോ, പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ആണോ, ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ ആണോ, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ആണോ? ഇത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.